ക്ലാസ് തുടങ്ങിയാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഈ പറഞ്ഞതായി ഉമ്മാനും വെളിപ്പാട് പുസ്തകത്തില് അങ്ങ് ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു പോകാം. പഴയ നിയമത്തിലാണെങ്കിൽ നിലവിളക്കിന് ഒരു തണ്ട്, ഇത് കാണിക്കുന്നത് കേന്ദ്രീകൃതമായ ഒരു ഭരണ സമ്പ്രദായമാണ്. കേന്ദ്രീകൃതമായ ഒരു തണ്ടിൽ നിന്ന് ഇസ്രായേലിന് ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു, കേന്ദ്രീകൃതം. ഒരു മഹാപുരുഷനുണ്ട്, കേന്ദ്രീകൃതം. കേട്ടോണേ, ഒരേ സമയത്ത് തന്നെ പല പ്രവാചകന്മാരുണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട പ്രവാചകൻ, ഒരു ദേവാലയം. അത് ശരി, താങ്ക് യു ഫോർ കോംപ്ലിമെന്റിംഗ്. ഒരു ദേവാലയം കേന്ദ്രീകൃതം. പുതിയമത്തിലേക്ക് വരുമ്പോഴും ഈച്ച് ലോക്കൽ അസംബ്ലി ഈസ് ഇൻഡിപെൻഡന്റ്. ഇതാണ് ഓട്ടോണമി എന്നുള്ളതായ വലിയ ഉപദേശ വിഷയം. ഓട്ടോണമി ഓഫ് ദ ലോക്കൽ അസംബ്ലീസ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, മൂപ്പന്മാരെ, ഇടയന്മാരെ, മറ്റേ ബിഷോപ്സ്, പാസ്റ്റേഴ്സ്, ഷെപ്പേഴ്സ്, ഈ വാക്കുകൾ അത് ദീർഘപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാം. സിനോണിമസ്, പര്യായ പദങ്ങൾ. നിങ്ങളത് വ്യക്തമാക്കാതെ ചോദിച്ചതുകൊണ്ട് അപ്പോസ്തലർ 20-ാം അധ്യായത്തിലാണെങ്കിൽ എഫെസോസിൽ നിന്ന് മൂപ്പന്മാരെ വിളിച്ചു വരുത്തി. മൂപ്പനെയല്ല, മൂപ്പന്മാരെ, ഒരാളല്ല. ഒരു സഭയ്ക്ക് പല മൂപ്പന്മാരുണ്ടായി. അവരെ വിളിച്ചത് പ്രസ്ബിറ്റേറിയോസ് എന്നുള്ള പേരുമാണ്. ഈ മൂപ്പന്മാരെ വിളിച്ചതിന് ശേഷം 20-28 വരെയും നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വിളിച്ചത്. ആരെയാണ് ഈ മൂപ്പന്മാർ? ആരാണ്? ബിഷോപ്സ് എന്നുള്ളതാണ്, എപ്പിസ്കോപ്പോസ് എന്നുള്ളതാണ്. പിന്നീട് ഞാൻ വിശദീകരിക്കേണ്ടതാണ്. ഇത് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? മൂപ്പന്മാർ എവിടൊക്കെ മൂപ്പന്മാരെന്ന് പറയുന്നുണ്ടോ, എവിടൊക്കെ ബിഷപ്പ് എന്ന് പറയുന്നുണ്ടോ, എവിടൊക്കെ ഇടയന്മാരുണ്ടോ, അതെല്ലാം തന്നെ പ്ലൂരാലിറ്റി. ഗ്രാമറിൽ പ്ലൂരാലിറ്റി. എന്നാൽ മൂപ്പന്റെ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ഒരു മൂപ്പൻ സിംഗുലാരിറ്റി വേണം. എന്നിട്ട് നിങ്ങളെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി എന്ന് പറഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങിയാമോ? നിങ്ങളുടെ സഭകളെ കോയ്മാനി എന്ന് പറ്റിയിരിക്കുക. മൂപ്പന്മാരെ വിളിച്ചു വരുത്തി. അവർ തന്നെയാരാണ്? പിന്നെ ബിഷോപ്സ്, ഓവർസൈറ്റ്സ്, അല്ലെങ്കിൽ അധ്യക്ഷന്മാർ. അവർ തന്നെയാണ് എന്ത് ഇടയം, അല്ലെങ്കിൽ കോയ്മനിയോ ഷെപ്പേഴ്സ് എന്നുള്ളതാണ്. കേട്ടോണേ, അതൊന്നുകൂടെ അന്നേരം സംസാരിക്കാനാണെങ്കിൽ ഇപ്പൊ വേണം. കാരണം പഴയ നിയമത്തിലെ എന്തിനാണ് ഈ പ്ലൂരാലിറ്റി വെച്ചിരിക്കുന്നത് ചോദിച്ചുകൊണ്ട് പറയാം. പഴയ നിയമത്തിലാണെങ്കിൽ ഈ മഹാപുരോഹിതൻ ഒരു പാപം ചെയ്തു കഴിഞ്ഞാല് ആർക്കെങ്കിലും മാറ്റാൻ പറ്റും? ഒരു പ്രവാചകനെ, യഥാർത്ഥ പ്രവാചകനെ മാറ്റം നടത്തുള്ളൂ. അവൻ കള്ളപ്രവചനം ചെയ്താൽ അവനെ മാറ്റാൻ പറ്റില്ല. രാജാവിന് ദൈവത്തിൻ്റെ വേറെ ആർക്കെങ്കിലും മാറ്റാൻ പറ്റും? ശൗല് കിടന്ന് കളിച്ച് ദൈവത്തിനുണ്ട്. എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ അങ്ങ് മാറ്റി പട്ടുകൂടി. എന്നാൽ പുതിയമത്തിലേക്ക് വരുന്ന സമയത്ത് എന്തിനാണ് അവിടെ പ്ലൂരാലിറ്റി വെച്ചിരിക്കുന്നത്? 2-3 സാക്ഷികളുടെ വായ്മൊഴി മൂപ്പന് എതിരായിട്ട് നിങ്ങള് പക്ഷെ ആക്ഷൻ എടുക്കാം. മൂപ്പൻ ദുരുപദേശം പ്രസംഗിച്ചു കഴിഞ്ഞാൽ, മൂപ്പൻ ജീവിത പ്രശ്നം ചെന്ന് വിട്ടു കഴിഞ്ഞാണ്ടല്ലോ സഭയിലെ മറ്റേ മൂപ്പന്മാർ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള പ്രമാണം മാറ്റാം. ഇതാണ് പഴയ നിയമത്തിലെ സിംഗുല ഒരു തമ്മിൽ മാറ്റിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ദി ഓട്ടോണമി ആൻഡ് ജോയിന്റ് വർക്ക് ഓഫ് ദ അസംബ്ലി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. അതൊന്നും ഇവിടെ പഠിപ്പിക്കുന്നില്ല. അതൊക്കെ പ്രധാനമാണ്. ഇന്ന് അങ്ങനെയൊക്കെ വേർപെട്ടുന്ന സഭകൾ പലതും എന്നാണ് ഇതൊന്നും പാലിക്കുന്നില്ല. ഇതിന്റെ ഒറിജിനൽ ആ ഉദ്ദേശത്തിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടതാണ്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ടത്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കൂട്ടുവരുത്തും. അപ്പൊ 7 സഭകളെ അവിടെ ആക്കി വെച്ചിരിക്കുന്നു, 7 ദീപങ്ങളായിട്ട് ഓരോ സ്ഥലത്തും. കേന്ദ്രീകൃതമായ ഒരു ഭരണ സമ്പ്രദായം ന്യൂ ടെസ്റ്റ്മെന്റ് എക്ലീസിയോളജി പഠിക്കുമ്പോൾ ഇല്ല. സെൻട്രല് അല്ലെങ്കിൽ അങ്ങ് പിന്നെ വേറെ കാര്യം ഇവിടെ തന്നെയാണെങ്കിൽ റൂമിൽ നിന്ന് ഇറക്കണം, അവിടെ നിന്ന് ഇറക്കണം, നില നടക്കും. ഈ ഇറക്കേണ്ട കാര്യങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ട്. പലത്തിൽ ഉണ്ടോ? ഉണ്ട്. ഈ ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം അവസാനമാണ് ഇതിനോട് കൂട്ടുകയും ചെയ്തത് കുറയ്ക്കുന്നതും പറഞ്ഞിട്ടാണ് ഇത് തന്നിട്ടുണ്ട്. ഗൈഡൻസ് കൊടുക്കാം, മാർഗനിർദ്ദേശം കൊടുക്കാം. അതിനാണ് ദൈവം
പിന്നെ പ്രവാചക തുല്യമായ പ്രാസംഗ്യം അരഞ്ഞ സുവിശേഷന്മാരെയും ഇടയന്മാരെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈച്ച് അസംബ്ലീസ്, ലോക്കൽ അസംബ്ലീസ് ആർ ഇൻഡിപെൻഡന്റ് എന്നുള്ള മഹനീയമായ എക്ലീസിയോളജിക്കൽ ട്രൂത്തിലേക്ക് നമ്മൾ ബലം ചൂണ്ടുകയാണ്. അടുത്തത് അത് നമ്മൾ സാധാരണ എക്ലീസിയോളജി പഠിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു പോകാം. പുതിയ നിയമത്തിനാണെങ്കിൽ പ്രധാനപ്പെട്ട 6 ഉപമാനങ്ങൾ സഭയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉപമാനങ്ങൾ, സിമിലീസ്, ഉപമാനങ്ങൾ പ്രത്യേകം പറഞ്ഞുകൂടെ. ആ ഉപമാനങ്ങൾ രൂപകാലങ്കാരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. രൂപകാലങ്കാരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് നാളെ ആ രൂപകാലങ്കാരം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന വേദഭാഗം നിങ്ങൾ വായിക്കണം. നോട്ട്സിലുണ്ട്. ഒന്ന് ശരീരം, ഒരു ശരീരത്തോട് സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. രൂപകാലങ്കാരമാണ് ബോഡി. എഫേസ്യ ലേഖനം 1:22-23, എഫേസ്യ ലേഖനം 1:22-23, രണ്ടാമത് കൊലോസ്യ ലേഖനം 1:18, കൊലോസ്യ ലേഖനം 1:18. അവിടെ തന്നെ നമുക്ക് തലയായ ക്രിസ്തുവിന്റെ ശരീരമെന്നും ശരീരമാകുന്ന സഭയുടെ തല ക്രിസ്തു എന്നും ഈ 2 ഭാഗത്ത് നമുക്ക് കാണാം ആ വ്യത്യാസം. 1 കൊരിന്ത്യർ 12:12-27, 1 Corinthians chapter 12:12-27 ശരീരമായിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ 12 വിശദീകരിച്ചിട്ടുണ്ട് പൗലോസ്. എന്നാൽ ഇതിനെക്കുറിച്ച് എന്താണ് ഈ ശരീരമെന്ന് ഉപമിച്ച രൂപകാലങ്കാര ഭാഷയിൽ പറഞ്ഞിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? വാട്ട് ഈസ് ദ തിയോളജിക്കൽ ട്രൂത്ത് ടു കമ്പയർ ദിസ് ആസ് എ ബോഡി? ശരീരമായ കാരണം ഇന്റർഡിപെൻഡൻസ്. ഇനി ഭാഷ ശരിയല്ല. കൈയ്യ് മാത്രം പ്രവർത്തിച്ച നടക്കും. അത് കൃപാവനം എന്നുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ടത്. പല ഫലങ്ങൾ കൊടുത്ത്, പല കൃപാവനങ്ങൾ കൊടുത്ത് ദൈവം കൃപാവനങ്ങളെ വിതരണം ചെയ്തിട്ടുണ്ട്. കൃപാവനങ്ങളുടെ ഒരു വിധിയായിട്ട് ഒരു ഫംഗ്ഷൻ, പ്രവൃത്തികൾ, തലയുടെ പ്രവൃത്തി, പിന്നെയോ ഹൃദയം, ഇങ്ങനെ ഒരു ശരീരമായിട്ട് ഉപയോഗിക്കുക. അത് വലിയൊരു വിഷയമാണ്. നമുക്കെല്ലാം ഓരോ ഫംഗ്ഷനാണ്. സഭയിലുള്ള ദൈവമക്കല്ല. അവിടെയാണ് ആന്റി പറഞ്ഞത് കൃപാവനങ്ങളാണ് സ്പിരിച്വൽ. ഓരോരുത്തർക്കും അത് താലന്തുകളല്ല, നൈസർഗിക ഗുണങ്ങളല്ല, നൈസർഗിക കഴിവുകളല്ല. രക്ഷിക്കപ്പെടുന്ന അതേ സമയത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതായ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, കൃപാവരങ്ങൾ, കരിസ്മ. നമുക്കെല്ലാം നൈസർഗിക ഗുണമുണ്ട്. പാടാനായിട്ട്, എഴുതാനായിട്ട്, വായിക്കാൻ. ഈ നൈസർഗിക സ്വഭാവങ്ങൾ നമ്മളെ ജനിക്കും അതേ സമയത്ത് നമ്മൾ ദൈവം തന്നിരിക്കുക. അത് എല്ലാവർക്കും ഉണ്ട്. രക്ഷിക്കപ്പെടാത്തവർക്കും രക്ഷിക്കപ്പെട്ടവർക്കും എല്ലാവർക്കും കൊടുത്തു. ഈ നൈസർഗിക കാര്യങ്ങളെ, താലന്തുകളെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം, വികസിപ്പിക്കണം. രീതികളാവും, ഡോക്ടറാവും, ടീച്ചറാവും, എല്ലാവരും സ്ഥാപിക്കാനൊക്കെ പല രീതിയിൽ അല്ലെ വികസിപ്പിച്ചെടുക്കണം. ഇതാണ് താലം. എന്നാൽ ദൈവസഭയിൽ ശുശ്രൂഷിക്കണമെങ്കിൽ രക്ഷിക്കപ്പെടുന്ന അതേ സമയത്ത്, പ്രസവിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ഈ താലന്തുകൾ കുഞ്ഞിനെന്ത് അറിയാമോ ആയിരിക്കുന്നു. നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഗീവ് എ ചൈൽഡ് ആൻഡ് റബ് എ ചൈൽഡ് ആൻഡ് മേക്ക് ഹിം എ സയന്റിസ്റ്റ്. ഡെവലപ്പ് ചെയ്യണം. ഫ്ലൈയിങ് ദ വിങ്സ് നമുക്ക് എഴുതുന്നതാണ്. എന്നാൽ കൃപാവരങ്ങൾ രക്ഷിക്കപ്പെടുന്ന അതേ സമയത്ത് നമുക്ക് ലഭിക്കും. കാരണം പരിശുദ്ധാത്മാവിനാണ് ഒരുവൻ ആര് രക്ഷയിലേക്ക് വരുന്നത്. ആ പരിശുദ്ധാത്മാവ് നമുക്ക് നമ്മളെ കൊണ്ട് എന്ത് ദൈവം ഉദ്ദേശിക്കുന്നോ, ആ സൗരന്മാരെല്ലാവരും. ഇതാ ഞാൻ ആ വിഷയത്തെ കടക്കുന്നില്ല. കൃപാവരങ്ങളുടെ വിഷയമാണ് ചോദിച്ചുകൊണ്ട് പറയുന്നത്. അതിനെ തിമോത്തിയോസോട് പറഞ്ഞിരിക്കുന്നത്, സഭാ മുഖ്യന്മാരുടെ കീഴിൽ നീ നിന്റെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം, വർദ്ധിപ്പിക്കണം.
സഭാമുഖ്യന്മാർ എവിടെയാണ്? ഒരു പ്രാദേശിക സഭയിൽ. പിടിപിടി അങ്ങനെ ഒന്നും വായിച്ചു. ഒരു പ്രാദേശിക സഭയെ ആക്കി വിട്ടിരിക്കുന്നത് കുമാരോടുകൂടി, കുമാരോടും ഡീക്കൻസോടുകൂടി ഒന്നിൻ്റെ ഒന്ന്. എന്നാൽ കേൾക്കണം, പൗലോസ് ഒന്നാമത്തെ എന്റെ കൈവപ്പോടുകൂടി ഞാൻ കുർബാനകളെ ജപിക്കണം. പുള്ളി ആരായിരുന്നു? അദ്ദേഹമാരായിരുന്നു അപ്പോസ്തലനായ ഒരു സുവിശേഷ വേലയിൽ നമ്മളെ കൊച്ചു പിള്ളേരെയൊക്കെ വിളിച്ചിട്ടോ ഞങ്ങളോടൊക്കെ നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ പരസ്യ വേലയ്ക്ക് നിർത്താൻ എല്ലാവർക്കും കുളിപ്പിച്ചു ആയിക്കോളൂ. ഭവന സന്ദർശനം ഞങ്ങളെ കൊണ്ടുപോകാനും പേഴ്സണൽ വിമാനത്തിൽ കൊണ്ടുപോകാനും ഞങ്ങളുടെ ഉദ്ദേശിച്ചു. ഞങ്ങളുടെ അറിയാമായിരിക്കും കേട്ടോ അത് പിന്നീടാണ് അതിനൊക്കെ പിന്നീട് പല രംഗങ്ങളിൽ പോയത്. അപ്പൊ രണ്ട് രീതിയിലാണ് കൃപാകരങ്ങളെ ജ്വലിപ്പിക്കേണ്ടത്. വ്യത്യാസം മനസ്സിലായോ? താരന്തകളും കൃപാകരങ്ങളുടെ വ്യത്യാസം. പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപാകരങ്ങളെ ജ്വലിപ്പിക്കണം. അത് കൃപാകരത്തിന്റെ ക്ലാസ്സാണ്. അത് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ ചെയ്യും. ഒന്ന് ശരീരം, രണ്ടാമത് നമ്മളെല്ലാം പറഞ്ഞാണ് മണവാട്ടി. എന്താണ് മണവാട്ടി? അതാണ് ഗുരുദിനത്തിൽ വായിക്കുന്നത്. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായിട്ട് എന്തിരിക്കുന്നു വിവാഹം നിശ്ചയിക്കുന്നു. ആ പഠനം എന്ന് പറഞ്ഞാല് യഹൂദ പശ്ചാത്തലത്തിലുള്ള പഠനമാണ്. യഹൂദ പശ്ചാത്തലത്തിൽ 3 ഘട്ടങ്ങളുണ്ട് വിവാഹം. വിവാഹം നിശ്ചയം, വിവാഹം ഇത് ഭംഗിയായിട്ടാണ് പുതിയമത്തിലാണെങ്കിൽ പുതിയ ഉപദേശത്തിൽ പുതിയമത്തിലാണ് വെളിപ്പെട്ടിട്ടുള്ളത്. ക്രിസ്തു എന്ന നിർമ്മല സഭ നിർമ്മല കന്യ, രക്ഷിക്കപ്പെട്ടവരുടെ നിർമ്മല കന്യമാരായിരിക്കണം എല്ലാവരും. ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകാരല്ല, എല്ലാവരും. അത് കഴിഞ്ഞു ഒരു ബിൽഡിംഗ് കെട്ടിടമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഇനി എഫെസിലെ 2:20 വായിച്ചേ. സഭാതത്വശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ വാക്യമാണ്. കെട്ടിടം ബിൽഡിംഗ് മുഴുവനും യുക്തമായി ചേർന്ന് വിശുദ്ധ മന്ദിരമായിട്ട്. മന്ദിരം പഴയ പദ്ധതി പറഞ്ഞാല് ഒരു മന്ദിരമേ ഉള്ളായിരുന്നു, ദേവാലയം. പുതിയ പദ്ധതി വരുന്ന സമയത്ത് ഒരു ആത്മീയ മന്ദിരമാണ് സഭ. എങ്ങനെ അമ്മ നിങ്ങളോട് പറഞ്ഞു വായിച്ചു? അതെന്താ അടിസ്ഥാനമാണ് വന്നത്? ഈ ബിൽഡിങ് ആദ്യം തുടങ്ങിയത് എവിടെയായിരുന്നു? മേളിലായിരുന്നു. അടിസ്ഥാനത്തിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുന്ന അടിസ്ഥാനം. ഇനിയിപ്പോ മേലോട് പണിയും, ഇനി മേളെ പണിയും. ഇനി എവിടെ കൊണ്ട് അടിസ്ഥാനം കൊടുക്കും? ഇതാ പ്രശ്നം. വീണ്ടും കൊണ്ടൊന്നും അടിസ്ഥാനം ഇല്ല. അപ്പോൾ അവിടെ ആ വാക്യം വായിച്ചിട്ടുണ്ടല്ലോ. അയ്യോ ഇതൊരു അർത്ഥം എന്നറിയും. അമ്മ നിങ്ങളൊന്ന് വായിച്ച ഉറക്കം വായിച്ചു. അമ്മാവനല്ലേ വായിച്ചത്? പണിതിരിക്കുന്നു. കേൾക്കണം, പണിതിരിക്കുന്നുള്ള വാക്ക് അത് മുമ്പ് പോട്ടെ, കെട്ടിടം മുഴുവൻ എന്നുള്ളത്. പണിതിരിക്കുന്നു എന്നുള്ള വാക്ക് ഗ്രീക്കിലെ പാസ്റ്റ് ടെൻസ് ആണ്. ഈ പാസ്റ്റ് ടെൻസ് നമുക്ക് പണിതിരിക്കുന്നുണ്ട്, പക്ഷെ ഗ്രീക്കിലാണ് പല പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും ഉണ്ട്. ഏവോലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലായിട്ട് പണിത്, ഒരിക്കലായിട്ട് കംപ്ലീറ്റ്. ഇനി അപ്പോസ്തലന്മാരെയും വേണ്ട, പ്രവാചകന്മാരെയും വേണ്ട. അപ്പൊ ഇപ്പൊ നമ്മള് പ്രവാചകന്മാരെന്ന് പറയുന്നത് വാസ്തവം ഈ 15 ശുശ്രൂഷ നിറയെ പ്രവാചകന്മാരെന്ന് പ്രകടിപ്പിക്കാം. There are no more revelation. AD 96 ഇത് അവസാനം ന്യായപ്രമാണം കൊടുത്ത ശേഷം ആവർത്തന പുസ്തകം 28-29 വന്ന സമയത്ത് ഇതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യരുത്, കൂട്ടുകയും ചെയ്യരുത്, കുറയ്ക്കുകയും ചെയ്യരുത്. കൂട്ടുന്നതാണ് എന്റെ ശാപങ്ങൾക്ക് പോവും, എന്റെ പ്രശ്നമാവും, കുറയ്ക്കുന്നവൻ, ഇതെല്ലാം കൊടുത്തു. പുതിയമത്തി വരുന്ന സമയത്ത് ആ പഴയമത്തിന്റെ കോംപ്ലിമെന്ററി അതിന്റെ തുറമാനമായിട്ട് പുതിയമ കിട്ടിയപ്പോ വെളിപ്പാട് ദിവസത്തിന്റെ അവസാനത്തിന് അല്ല അതിന് മുമ്പ് കുറയ്ക്കുകയും ചെയ്യും. നോ മോർ റെവലേഷൻ. എനിക്കൊരു വെളിപ്പാട് കിട്ടി. കേക്ക്, നോ മോർ റെവലേഷൻ. ടെൻസിൽ ഉറപ്പിച്ചു നിൽക്കുക. അടുത്തത്
ഇനി പറയാം, അടുത്തത് പറയാം. ആൻഡ് നോ മോർ ഇൻസ്പിറേഷൻ. ബിബ്ലിയോളെ പഠിക്കുന്നതാണ്. ഇത് ഏതെങ്കിലും ഉപദേശമായിട്ടോ വെളിപ്പാടായിട്ടോ എഴുതി പിടിപ്പിച്ച് ഈ 66 പുസ്തകത്തിന്റെ ഭാവമാണെന്ന് അതിൽ ആഡ് ചെയ്തിരിക്കുകയാണെന്നുള്ള കാര്യമുണ്ടല്ലോ പറയാനായിട്ട് ആർക്കും സാധ്യമല്ല. വെളിപ്പെടുത്തിക്കിട്ടതായ വചനത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതായ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എഴുതി വെച്ചു, ഇൻസ്പിറേഷൻ. ബട്ട് ഇന്ന് നമുക്ക് പ്രസംഗങ്ങള് പ്രബോധനങ്ങൾ എല്ലാം ഉണ്ടല്ലോ. എന്താണെന്ന് അറിയാമോ? ബട്ട് വി ഹാവ് ദ ഇല്ലൂമിനേഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറവിൽ വചനം പഠിച്ച് വചനം ധ്യാനിച്ച്, കേട്ടോ, അതിലൊന്നും ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയില്ലാതെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുക. അത് പരിശുദ്ധാത്മാവ് നിറവിലായി. We have only the illumination and explanation of the Lord. പരിശുദ്ധാത്മാവിന്റെ നിറവില് നമ്മൾ ദൈവം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് അതിന് വെളിച്ചം തരുമ്പോൾ ഇല്ലുമിനേഷൻ എന്നുള്ളത് മാത്രം അല്ല. പുതുതായിട്ട് ഒന്നും ഒരു സഭാപിതാവാണ് ഞാൻ. നമ്മൾ പിതാക്കന്മാരുടെ പാരമ്പര്യം, പിതാക്കന്മാരുടെ ചൊല്ലുകൾ പറ്റിയത് മറിച്ചത് ഒറ്റ ചോദിച്ചു. എന്നാ പിന്നെന്താ നിങ്ങളുടെ ഈ ചൊല്ലുകളും, ഞാൻ ചൊല്ലുകളെ എതിർക്കല്ല, നിങ്ങളുടെ ഈ കാര്യങ്ങളും നിങ്ങളുടെ പാരമ്പര്യങ്ങളും ഇതെല്ലാം കൊണ്ട് തന്നെ 67, 68, 69, 70, 71, 72, 2000 വർഷമായില്ല. നമ്മൾ തീർത്ത് എഴുതി കൂടെ ബൈബിളിന്റെ അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നോ മോർ റെവലേഷൻസ്, നോ മോർ ഡയറക്റ്റ് റെവലേഷൻസ്. നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ. അതിന്റെ വെളിച്ചത്തിൽ ജീവിക്കണം. No more revelations, no more inspiration for anyone to write. പുസ്തകം എഴുതാം, ഞാനും പുസ്തകം എഴുതിയിട്ടുണ്ട്. പുസ്തകം എഴുതാം, വിശദീകരണം എഴുതാം. ആർക്കും പരിശുദ്ധാത്മാവിന് ഇൻസ്പിറേഷൻ ദൈവത്തിന്റെ വാചനം പറഞ്ഞ. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ വായിച്ചത് Ephesians 2:20. ഇനി ഇപ്പോഴ് 1 പത്രോസ് 2 അവന്റെ അടുക്കൽ വന്നിട്ട് ചുടിച്ചു വായിക്കണേ. അവന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞോളൂ. നിങ്ങളും ജീവനുള്ള കല്ലുകൾ പോലെ എന്ന പോലെ ആത്മീയ ഗ്രഹമായി. ശ്രദ്ധിക്കണം, ഗ്രഹം എന്തിനു ഗ്രഹമാ? ആത്മീയ ഗ്രഹം. ഇത് എവിടെങ്കിലും ക്ലബിൽ പോകുന്നതല്ല സഭായോഗത്തിന് വരേണ്ടത്. ആത്മീയ ഗ്രഹമാണ്. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. 2 3 പേരുടെ നാമത്തിലൂടെ കൂടിയാലും അവരുടെ മധ്യേ ഞാൻ ഉണ്ട്. വിശുദ്ധ ഗ്രഹമാണ്. വേറെ വിശുദ്ധ ഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആത്മീയ ഗ്രഹമായി നമ്മൾ എല്ലാവരും വിശുദ്ധ പുരോഹിതം വർക്ക് വേണം. പൗരോഹിതന്മാരാണ്. പഴയ നിയമത്തിലാണെങ്കിൽ അവരവരും സന്തോഷങ്ങൾക്ക് മാത്രമേ മഹാപുരോഹിതരും പുരോഹിതന്മാരും ഇവിടെ നോക്കണം. നാം എല്ലാവരും വിശുദ്ധ. സംശയമുണ്ടോ? പത്രോസ് എഴുതി വിശ്വാസമൊക്കെ എഴുതിയിരിക്കുന്നത് കുറെ സഭാ ലീഡേഴ്സിലല്ലേ എഴുതിയിരിക്കുന്നത്. അടുത്തത് വായിച്ചേ. പണിയപ്പെടുന്നു. പണിയപ്പെടുന്നു. ആ ഗ്രാമത്തിൽ പ്രസന്റ് കണ്ടിന്യൂസ്. ഇതൊന്നും പണിതുകൊണ്ടേയിരിക്കുന്നു. പ്രസന്റ് ആക്റ്റീവ് ടെൻസ് ഗ്രീക്കിൽ തുറന്നുകൊണ്ടേയിരിക്കുന്നു. കർത്താവ് പറയണ്ടായി ന്യായസഭയെ പണിയിച്ചു. അപ്പസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനത്തിന്മേലെ പണിതിരിക്കുന്നു. അടിസ്ഥാനം ഇപ്പൊ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് നിങ്ങളതിനകത്ത് ആരാ? നമ്മുടെ റോൾ എന്തുവാ? ഈ 2026 ജീവിക്കുന്ന വിശ്വാസികളുടെ റോൾ എന്താണ്? അവിടെ വായിച്ചു കൊടുക്കും. ആയിക്കോട്ടെ. പിന്നെ അല്ല, അതിന് മുമ്പ് ഒരു വാക്യമുണ്ടല്ലോ, നിങ്ങൾ ജീവനുള്ള കല്ല് എന്നൊരു വാക്കുണ്ടോ? ഇത് കണ്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ജീവനുള്ള കല്ല്. ആരാ? ആത്മീയ ജീവനുള്ളവർ. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവർ മാത്രമേ, ആത്മീയ ജീവൻ ലഭിച്ചവർ മാത്രമേ സഭയുടെ ജീവനുള്ള കല്ലുള്ളവർ എന്ത് ചെയ്യുന്നു? പണി പ്രസന്റ് ആക്കി പണിതുകൊണ്ടേയിരിക്കും. ഈ പണി എന്നാ തീരാൻ പോകുന്നത്? കർത്താവിന്റെ വരവിൽ അവസാനത്തെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു. ഞാൻ എങ്ങനെയാണ് ഇതിനെ വിഭാവന ചെയ്യുന്നത്? ആ പാവം പ്രസംഗിക്കും. ദൈവം മുൻനിയമിച്ചിരിക്കുന്നതായ അവസാനത്തെ ആത്മാവ്
അതായത് കർത്താവ് കെട്ടിയിരുന്നാളത്തോടും കർത്താവിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാളത്തോടും സഭയിലെ അവസാനിപ്പിക്കും. ജീവനുള്ള നമ്മുടെ ജീവനുള്ള നോക്കണം. ആ പണി, ഗ്രഹം, വിശുദ്ധ മന്ദിരം എന്നുള്ളതായ മെറ്റഫോറിക് യൂസേജ് രൂപകാലങ്കാര ഭാഷയിലെ സഭ ഉപമാനം ചെയ്തിരിക്കുന്നു. അടുത്തത് അതേ ഭാഗത്ത് തന്നെ 1 പത്രോസ് 2:5 വിശുദ്ധ പുരോഹിതവർഗമായ പൗരോഹിത്യം. എവിടെ ഈ മുമ്പേ പറഞ്ഞ നിലവിളക്കിന്റെ കാര്യം പറഞ്ഞത്, എവിടെയാണ് ഈ പുരോഹിതം കാണുന്നത്? ആരോനും അവരുടെ സന്തതികളും അവരുടെ പരമ്പര. മുമ്പേ പറഞ്ഞതല്ലേ, അവിടെ അഹരോന്റെ കുടുംബത്തിൽ ലേവിയ ഗോത്രത്തിലെ പെട്ടവർക്ക് മാത്രമേ പുരോഹിതന്മാരാകാനായിട്ട് ഒക്കത്തുണ്ട്. ഇനി ഇപ്പോഴ് വെളിപ്പാട് പുസ്തകം 11 വായിക്കുമ്പോൾ അവിടെ നഷ്ടപ്പെട്ടു പോയതായ ദേവാലയം പണിയാൻ പോവുകയാണ്. ഇതിനു വേണ്ടി ഈ ജനതീയ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് മഹാപുരോഹിതൻ ആരായിരിക്കണം, പുരോഹിതന്മാരാരായിരിക്കണം, നാളെ നിങ്ങൾ 2000 വർഷം സഞ്ചരിച്ചപ്പോൾ ജനതീയ പഠനം നടത്തുമ്പോൾ ആരായിരിക്കും പുരോഹിതൻ? അതെല്ലാം ഗവേഷണം ചെയ്ത് വിട്ടിരിക്കുക ഇസ്രയേൽ. ആ ദേവാലയം പോലും പ്രബലങ്ങളുടെ നിവൃത്തിയാണ്. അവന്റെ ജീനില്, അഹരോന്യ പൗരോഹിത്യത്തിന്റെ ജീനില് തന്നെയായിരിക്കും ഭാവിയിൽ പണിയാൻ പോകുന്നതായ ദേവാലയത്തിന്റെ മഹാപുരോഹിതൻ. അത് ഇട്ടായിരുന്നേ പ്രിയപ്പെട്ട ദൈവമക്കളെ, പാവപ്പെട്ട അമ്മച്ചി, പാവപ്പെട്ട സൗരന്മാരെ, ഈ പേഗൻ ആരാധനയിലും വിഗ്രഹാലയം കഴിഞ്ഞ് നമുക്ക് ആർക്കെങ്കിലും പുരോഹിതന്മാരാക്കുമ്പോഴാണ് ഇവിടെ പറയുന്നത്. ആത്മീയമായിട്ട് പറഞ്ഞിരിക്കുന്ന വാക്ക് മെറ്റഫോറിക്കൽ ഉപമാനം. നമ്മൾ ആരാണ്? രാജകീയ പുരോഹിതന്മാരാണ്. കേൾക്കണം, ഇനി ശ്രദ്ധിക്കണം. നമ്മൾ മഹാപുരോഹിതനാണ്. ആരാണ് മഹാപുരോഹിതൻ? എബ്രായരും മറിച്ചു വിശുദ്ധ മഹാപുരോഹിതൻ. ഇവിടെ പുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ നമ്മളെ ആത്മീയ പുരോഹിതന്മാരായ പ്രീസ്റ്റ്ഹുഡ്, ചർച്ചിന്റെ നമുക്കൊരു പ്രീസ്റ്റ്ഹുഡാണ്. അതെന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള അർത്ഥമുണ്ട്. നമ്മളെ എബ്രായരും 13-ാം അധ്യായത്തിലും റോമാലയനും 1:6 5 തരം ആത്മീയ യാഗങ്ങൾ കഴിക്കണമെന്നുള്ളത് ഈ മുമ്പേ പറഞ്ഞ ഡാളസ് സെമിനാരിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നതായ ഷഫർ എന്ന ദേവദാസൻ. ഷഫർ അദ്ദേഹമാണ് മേജർ തീംസ് ഓഫ് ബൈബിൾ എഴുതിയത്. എന്തൊരു സ്ഥാപക പ്രസിഡന്റ്. അദ്ദേഹം അവിടെ 5 തരം ആത്മീയ യാഗങ്ങൾ കൊണ്ടുവന്നു. ഇതുകൊണ്ട് മൃഗങ്ങളെ യാഗം കഴിക്കുകയോ മറ്റൊന്നുമല്ല, ആത്മീയ യാഗം. അത് വേറൊരു വിഷയമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പൊ പ്രീസ്റ്റ്ഹുഡ് സഭയ്ക്ക് പറഞ്ഞിരിക്കുന്ന വേറൊരു പേരാണ് പൗരോഹിത്യം. നമ്മളെല്ലാവരും പുരോഹിതന്മാരാണ്. ഇതിനെ മിസ്ഇന്റർപ്രറ്റ് ശേഷം പലപ്പോഴും ഒരു കൂട്ടർക്ക് മാത്രം പുരോഹിതന്മാരാണെന്ന് പറയുന്നത് വചനപ്രകാരം തെറ്റാണ്. പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. വചനപ്രകാരം അത് തെറ്റാണ്. അപ്പോൾ അത് കാണിക്കുന്നത് മുമ്പേ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇതിൻ്റെ ആ ഇംപ്ലിക്കേഷൻ, പ്രായ ഇംപ്ലിക്കേഷൻ. ബ്രൈഡ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ മണമാട്ടി എന്നുള്ള വാക്ക് എന്തിനെ കാണിക്കുന്നത് അറിയാമോ? ആ വാക്ക് നമ്മൾ ഓർക്കുമ്പോൾ കല്യാണ പ്രസംഗങ്ങൾ കേൾക്കുന്നതാണ്. സ്നേഹം, പ്യൂരിറ്റി, വിശുദ്ധി, പ്യൂരിറ്റി ആൻഡ് ഹോളിനെസ്, വിശുദ്ധി, സ്നേഹവും വിശുദ്ധിയും. സഭയിൽ സ്നേഹവും വിശുദ്ധിയും നിലനിൽക്കണം. ഈ ഒരു ഇത് പറഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കും. സഭയുടെ പഠിക്കുമ്പോൾ ഈ അപ്പപാനപാത്രങ്ങൾ, കുർബാന, ബ്രേക്കിംഗ് ഓഫ് മച്ച്, അപ്പം നുറുക്ക് തന്നെ വെച്ചിരിക്കുന്നത് എന്തറിയാമോ? ഈ പ്യൂരിറ്റി ഓഫ് ടെസ്റ്റാണ്. ഒന്ന് പറഞ്ഞ പരമാവധി പറഞ്ഞിരിക്കുകയാണ്. സൂക്ഷിച്ചോളെ, പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ നിന്ന് പങ്കുകൊള്ളുന്നവർ അയോഗ്യമായിട്ട് അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയോ പാനപാത്രത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ചില ശിക്ഷാവിധികൾ, ചില രോഗികളാവുന്ന ചിലവരെ സഭയുടെ വിശുദ്ധി. പഴയ ബന്ധത്തിൽ മോശയോട് പറഞ്ഞിട്ടുണ്ട്, ചെരുപ്പ് ഊരിക്കളാണ്. നമ്മുടെ ജീവിതത്തിന്റെ മാലിന്യങ്ങളെ ചെരുപ്പ് ഊരിക്കളഞ്ഞിട്ട് സഭയിക്കണം. ഇത് വിശുദ്ധ സ്ഥലം. ഇത് പ്രാദേശിക സഭ, വിശുദ്ധ സ്ഥലമല്ല. അങ്ങനെ പ്രാദേശിക സഭയിൽ ബന്ധമില്ലാതെ നടക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയെന്ന പക്ഷം പ്രാദേശിക സഭയിലാണെങ്കിലും
അതില്ലാത്തവരുണ്ടല്ലോ പരസ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുകയും കമ്മ്യൂണിക്കേഷൻ സബ്ജക്റ്റ് വെറുതെ നീ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞല്ല, അതിനൊരു പടമുണ്ട്. വിശുദ്ധി എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കും. അതുകൊണ്ടാണ് അവിടെ ആ മണവാട്ടി എന്നുള്ള വാക്കിന് ഉപമാനമായിട്ട് സംസാരിക്കും. ബിൽഡിംഗ് എന്നുള്ള വാക്ക് ഉപമാനമായിട്ട് സംസാരിക്കാൻ കാരണം ഗ്രോത്ത്. ഈ രണ്ട് ഭാഗങ്ങൾ ക്ലിയറാണ്. Efesians 2:20, 1 Petrus 2:3, 4-5 വാക്യങ്ങൾ പണിതുകൊണ്ടേയിരിക്കും. പ്രീസ്റ്റ്ഹുഡ് അവിടെ കാണിക്കുന്നത് സാക്രിഫൈസ് ഓഫ് പ്രൈസ് ആൻഡ് ഗുഡ് ഡീഡ്സ്. അതിന് വരെ വന്ന് സ്തോത്രയാഗം അർപ്പിക്കുകയും അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഷെഫർ ഇന്റർപ്രറ്റ് ചെയ്തതുപോലെ എബ്രായലേഖനം 13-15-16-15-16 വായിക്കുന്നത് 4 തരത്തിലുള്ളതായ ആത്മീയ യാഗങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കുക, അതിന് പേരെ ഒന്ന് സ്തോത്രമായി അർപ്പിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് കൂട്ടായ്മ നൽകുക, ഇല്ലാത്തവർക്ക് ഇങ്ങനെയുള്ള ആത്മീയ യാഗങ്ങൾ. അതാണ് ആ നിലയിൽ ആത്മീയ യാഗങ്ങൾ ഇരിക്കുന്നതാണ് പ്രീസ്റ്റ്ഹുഡ് എന്നുള്ള വാക്കുന്നത്. ഇനിയിപ്പോഴ് ഫ്ലോ ആട്ടിൻകൂട്ടം. അടുത്തത് ആട്ടിൻകൂട്ടം. 1 പത്രോസ് അല്ലെങ്കിൽ പല ഭാഗങ്ങളിലുണ്ട്. യോഹന്നാൻ 10:16 കർത്താവ് തന്നെ പറഞ്ഞാണ്, ഞാൻ ഇടയനും നിങ്ങളെ ആടുകളുമാണ്. യോഹന്നാൻ 10:16. അപ്പോസ്തല പ്രവൃത്തി 20:28 സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ മേയിക്കുക, ഫ്ലോക്ക്. അവിടെയാണ് സഭാതത്വശാസ്ത്രപരമായിട്ട് ആട്ടിൻകൂട്ടം എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. 1 പത്രോസ് 5:3. അതെന്തിനെ കാണിക്കുന്നറിയാമോ? ആത്മീയ ബന്ധത്തെ, യേശുക്രിസ്തുവുമായുള്ള ആത്മീയ ബന്ധത്തെ. ഇടയന്റെ പിറകാലെ ആര് പോവും? കേൾക്കണം, ഇടയന്റെ പിറകാലെ ആര് പോവും? ഇടയനും ആടുകളും തമ്മിൽ എന്തെങ്കിലും ശാരീരിക ബന്ധമുണ്ടോ? ഇല്ലല്ലോ. അല്ലേ? ബന്ധം. ഇടയൻ നയിക്കുന്നു. ഈ മധ്യപൂർവ്വ പ്രദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അന്ന് കർത്താവിന്റെ കാലം അത് കഴിഞ്ഞ് നിന്നും ഈ ബന്ധു സംസ്കാരമുണ്ട്. ബന്ധുക്കളെന്ന് പറഞ്ഞാൽ ഇടയന്മാരുണ്ടാവും. ഇവര് ഒരു വടിയും പിടിച്ച് ഇങ്ങനെ കൊണ്ട് പോത്തി നാടെല്ലാം. അതേ സമയത്ത് തന്നെ ഏതെങ്കിലും ആള് ചെന്നായുടെയോ അല്ലെങ്കിൽ വേറെ തോന്നുന്ന ഇടയന്റെ കണ്ണുകൾ ഇങ്ങനെ. അതുകൊണ്ടാണ് ഷെപ്പേർഡ് എന്നുള്ള വാക്ക് സഭാ മുഖ്യന്മാർക്കും തിരിച്ചത്. ഞാൻ ചില വർഷം മുമ്പ് വായിച്ച പുസ്തകത്തിലാണെങ്കിൽ ഒരു ദേവദാസ് നിങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം യെരിഹോവിൽ നിന്ന് പതുക്കെ നടന്ന് യെരൂശലേമിന്റെ കിഴക്ക് ഭാഗത്ത് അവിടെ നടന്നാണെങ്കിൽ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോവുകയാണ്. അവിടെ പോയ ശേഷം നല്ല ശ്രേയക്കാരൻ നടന്നതായ വീടുണ്ട്. അതും കഴിഞ്ഞ ശേഷം ഒരു മല പോലെയാണ് ആരോടെങ്കിലും പാടിക്കുന്നതായ ഉയർന്ന പ്രദേശം ഇങ്ങനെ അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോയി. അതിന് മുമ്പ് അത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പിന്നെ അവിടെ നിന്ന് പോയി ബന്നി പോയിട്ട് നേരെ 6 കിലോമീറ്റർ അപ്പുറത്തുള്ള യെരൂശലേം, അവിടെ തെക്കോട്ട് 6 കിലോമീറ്റർ പോയി ഞാൻ ബേർലേ കോട്ട അങ്ങനെ പോയി. അങ്ങനെ പോകുമ്പോൾ താൻ സാധാരണ മധ്യപൂർവ്വ പ്രദേശം കാണുന്ന കാഴ്ചയാണ് ഇടയും മുമ്പിൽ. ഇവിടെ നോക്കിയപ്പോഴുണ്ടല്ലോ ഈ ഇടയൻ ബാക്കിൽ നിന്ന് ഇടയന്റെ ശബ്ദം കേട്ട് ആളോട് പോവുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇത് ബാക്കിൽ നിന്ന് കാളെ തെളിക്കുന്നത്. ഇപ്പൊ പുള്ളി വണ്ടി അവിടെ ഉള്ളതായ തദ്ദേശീയനായ വ്യക്തിയോട് ചോദിച്ചു, എന്താണ് ഈ പറഞ്ഞതായ ഇടയൻ മുമ്പിൽ നടക്കാതെ ബാക്കി കിടക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, എന്റെ പൊന്നു സാറേ, ഈ ഇടയൻ ആടുകളെ ആട്ടിൻകൂട്ടത്തിലേക്കല്ല നയിക്കുന്നത്. ആടിനെ കിടന്ന സ്ഥലമുണ്ടല്ലോ വൈകിട്ട് ആല ഈ ആടുകളെ കൊല്ലുന്ന സ്ഥലത്ത് എന്ന് പറയുന്നത് ഉച്ചൻ. ഇന്ന് ഇടയന്മാരെന്ന് പറഞ്ഞതായ പല സഭാമുഖ്യന്മാരും ഇത് തട്ടുക, നശിപ്പിക്കുക. അപ്പോൾ ഒരു ഫ്ലോക്ക്, ഒരു ആട്ടിൻകൂട്ടമാണ് സഭ. ഇടയനാരാണ്? പ്രധാന ഇടയനാരാണ്? അവിടെ പറഞ്ഞിട്ടുണ്ട് ഇടയന്മാർ. മൂപ്പന്മാരെ കുറിച്ചും സഭാമുഖ്യമന്ത്രി ഇടയന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ പറഞ്ഞിട്ട് വേറൊരു വാക്കുണ്ട്, ഇടയശ്രേഷ്ഠ. ഇടയശ്രേഷ്ഠന്റെ ഗ്രേറ്റ് ഷെപ്പേർഡ്. ഒരിക്കലും നമ്മളെ ഉണ്ടല്ലോ നശിപ്പിക്കത്തില്ല, നമ്മളെ നയിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് പദം വന്നത്. അടുത്ത ഉപമാനം. അപ്പോൾ ഒരു ആത്മീയ ബന്ധത്തെയാണ് കാണിക്കുന്നത്. അടുത്ത ഉപമാനം എന്ന് പറയുന്നത് മുന്തിരി വള്ളി. ഇത് എവിടാ കാണുന്നത്? എല്ലാവർക്കും അറിയാം. മുന്തിരി വള്ളി എവിടാ കാണുന്നത്? യോഹന്നാൻ സുവിശേഷം 15. മുന്തിരി വള്ളി
എന്തിനെ കാണിക്കുന്നു അറിയാമോ? വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ്? അതാണ് ഞാൻ പറയുന്നത്. എന്തിനെ കാണിക്കുന്നു? നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, എന്നിൽ വസിച്ചില്ല നിങ്ങൾക്ക് നിന്റെ താലന്ത് കൊണ്ട്, നിന്റെ കഴിവ് കൊണ്ട്, നിന്റെ നോളജ് കൊണ്ട്, നിന്റെ അറിവ് കൊണ്ട്, നിന്റെ തിയോളജി കൊണ്ടൊന്നും സുഖത്തില്ലേ മോനെ, എന്നിൽ വസിക്കും. അതെങ്ങനെയാ വസിക്കുന്നത്? അവിടെ പറഞ്ഞു, വചനത്തിന്റെ ഞാൻ വചനം എന്നിൽ വിശ്വസിക്കുന്ന താഴെ പറഞ്ഞിട്ടുണ്ടാവും. വീട്ടിൽ പോയി വായിച്ചു. വചനത്തിൽ അതിൻ്റെ വസിക്കും. അതിനുവേണ്ടി പിന്നീട് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആ വചനത്തിൽ നിങ്ങളെ ഗൈഡ് ഇലിബിലിറ്റി സഭയെ മുന്തിരിവള്ളിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അടുത്തത് ഒരു ദേവാലയമായിട്ട് 1 തിമോഥെയോസ് 3:15 വായിച്ചോളൂ. 1 തിമോഥെയോസ് 3:15. സത്യത്തിന്റെ തൂണും പറഞ്ഞോളൂ. അടുത്തത് അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയം. നോക്കണം, എന്തൊരു ഉപമാനമായിരുന്നു. ദേവാലയം, സഭ ഒരു ദേവാലയമാണ്. ഏത് ദേവാലയ? പഴയത്തിന്റെ ദേവാലയമാണോ? ദൈവാലയം. ടെമ്പിൾ. നീ ഇപ്പൊ പഴയത്തിലോട്ട് പോകാം. പഴയത്തില് ദാവീദിനോട് പറഞ്ഞു, നീ ഇത് ചെയ്യണ്ട. ശലോമോനോട് പണിയാൻ പറഞ്ഞു. 7 വർഷം വരും. ഏതാണ്ട് ഞാൻ കേട്ടിടത്തോളം ഒരു കണക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ പൗലോസും കർത്താവ് പറഞ്ഞ പൗലോസിന്റെ പ്രവർത്തനം ഗ്രീക്ക് ഗോൾഡ്, കോമൺ ഗ്രീക്ക് ഗോൾഡ്. തന്റെ ഉപമാനങ്ങൾ വരുന്നത് ആ പാശ്ചാത്യമാണ്. പല ഉപമാനങ്ങളും പൗലോസ് യാത്ര ചെയ്യുമ്പോൾ കാണുന്നതായ പല വിഷയങ്ങൾ. ഉദാഹരണമായിട്ട് വേർപാടുകൾ കളിച്ചു ദുരുപയോഗം. ഇത് എവിടെ നിന്നറിയാം പൗലോസിന്? അതൊരു ചരിത്രം. ഈ ഹേരോദാവിന്റെ ദേവാലയം പണിത് ഉറപ്പിച്ചപ്പോൾ 2:14. അപ്പൊ ദേവാലയം പണിത് ഉറപ്പിച്ച സമയത്ത് വലിയ ദേവാലയമാണ്. ഈ എസ്രായുടെയോ നെഹമ്യാവിന്റെയോ ഇല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ പണിതായ ശലോമോന്റെ ദേവാലയം ഇടിഞ്ഞു പോയി. അതൊരു ചെറിയ ദേവാലയമാണ്. യഹൂദന്മാരെ പീഡിപ്പിക്കാൻ വേണ്ടി ഹേരോദാവ് ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ യോഗ്യനായ വ്യക്തി ഒന്നും ഉണ്ടായിരുന്നു. ഹെസ്ബോനി കുടുംബത്തിൽ നിന്ന് ബന്ധം വെച്ചതുകൊണ്ടാണെങ്കിൽ അദ്ദേഹം നമ്മുടെ ജോർദാന്റെ തെക്ക് ഭാഗത്തുള്ളതായ ഹെസ്ബോനി കുടുംബമായിരുന്നു. അല്ല, അവിടുത്തെ ഒരു വ്യക്തിയാണ്, ജാതിയാണ്. ഇത് യഹൂദന്മാർക്ക് തീയെ പിടിച്ചില്ല. അങ്ങനെയാണ് ഈ എരിവുകാരുണ്ടായത്. ഈ യഹൂദന്മാരെ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഇവിടുന്ന് ഓടിക്കണമെന്നും പറഞ്ഞിട്ട് എരിവുകാരെന്ന് പറഞ്ഞാൽ നക്സലൈറ്റ് പ്രസ്ഥാനമാണ്. അപ്പൊ ആ തീവ്രവാദികളാണ്. ആ തീവ്രവാദി ഒരുത്തനായിരുന്നു സൈമൺ ദ സെലക്ട്. സിമോൺ ഡിസിറ്റ് കർത്താൻ എപ്പോൾ അത് പൊട്ടോ, അതൊക്കെ ചരിത്രം. ഈ ചരിത്രം പോയാലും പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഈ നിലയിലാണെങ്കിൽ പിന്നെ പ്രതപ്പെട്ട് ദേവാലയം പണിത് ഉറപ്പിച്ചു. അത് ആദ്യം യഹൂദന്മാരെ പീഡിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ പണിത് ഉറപ്പിച്ച് ഇങ്ങനെ വന്നപ്പോഴാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ആ സമയമായപ്പോഴത്തേക്കാണെങ്കിൽ ദേവാലയത്തിൽ 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളേ ഉള്ളൂ. അതിപരിശുദ്ധനും, പരിശുദ്ധനും, പ്രാകാരത്തിലാണെങ്കിൽ ജീനിയോളജിക്കലായിട്ട് യഹൂദൻ എല്ലാത്തിനും പ്രവേശനം കേരളത്തിൽ. പക്ഷെ ആ സമയമായപ്പോൾ ഇവരുടെ യഹൂദന്മാരുടെ ഡയസ്പോര കാലഘട്ടം, കറക്ക കാലഘട്ടം, അല്ലെങ്കിൽ ചിതറിപ്പോയി അവർ പാർത്തതായ സ്ഥലത്ത് നിന്ന് ഇവർ ന്യായപ്രമാണപ്പെടുത്തിയതായ ജാതികൾ ദേവാലയെക്കുറിച്ച് യഹൂദന്മാരെ കുറിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ കുറിച്ചിട്ടുണ്ട്. അവരാണ് യഹൂദ മതാനുസാരികൾ, പ്രോസ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ആ പ്രോസ്ലേറ്റ്സ് ഇങ്ങനെ വന്ന് നിൽക്കും. ഇവർക്ക് ദേവാലയത്തിൽ അത് കാണുന്നില്ല. അത് ഒറിജിനലി ജാതികളുണ്ട്, ജനറ്റിക്കലി ദേവർ. അപ്പൊ ഇവന്റെ തലയുണ്ടല്ലോ, ഹേരോദന്റെ അവരെ പ്രവർത്തിച്ചു. സ്ത്രീകൾക്കും പ്രാരത്തിൽ കയറാൻ പറ്റില്ല. അവരെന്തെന്നറിയാമോ? പുറത്ത് ഇതുപോലുള്ള തൂണുകൾ ഇങ്ങനെ വെച്ചിട്ട് മറച്ചിരിക്കുകയാണ്. പുറത്തുള്ള അറിയാമോ? ജാതികളുടെ പണി തുറപ്പിച്ചു. വേറൊരു ഭാഗത്തെ സ്ത്രീകളുടെ പ്രാകാരം ഉറപ്പിച്ചു. എല്ലാവർക്കും ജനാധിപത്യം എല്ലാവർക്കും. അങ്ങനെ വന്ന് ഇരിക്കുമ്പോഴാണെങ്കിൽ ഇപ്പൊ ഇത് നമ്മൾ ഇരിക്കുന്നതാണെങ്കിൽ പ്രാകാരം, നമ്മളെല്ലാം വിശുദ്ധ സ്ഥലത്ത് പ്രാകാരം നിൽക്കുകയാണ്. നമ്മളോട് നിൽക്കുക. ഈ ജാതിയിലുള്ള ഇവർക്കെങ്കിലും പ്രവേശനമില്ല. പ്രവേശിച്ചാലോ അവരുടെ
ഇത് വെച്ചിട്ട് അശുദ്ധമാണ്, ജാതികൾ പ്രവേശിക്കുന്നത് ദൈവപുസ്തകത്തിൽ. അപ്പോൾ അവിടെ എന്തെന്നറിയാമോ, അവര് ഈ വാൾ ഉണ്ടാക്കിയിട്ട് ഗ്രീക്കിലും അരാമിക് ഭാഷയിലും ഒന്ന് എഴുതി വെച്ചു, ഫ്രം ദിസ് പോയിന്റ് ഓൺവേഴ്സ് നോ എൻട്രി ഫോർ എനി നോൺ ജൂ. യഹൂദല്ലാത്തവർക്ക് പ്രവേശനമില്ല. വേർപാടിനെ ഇനി പോയി എഫെസിലെ 2-ാം അധ്യായം വായിച്ചു, പിന്നെ വായിച്ചാൽ ഇപ്പോൾ വേണ്ട, വീട്ടിൽ പോയി ഈ യഹൂദയിൽ നിന്നും ജാതിയിൽ നിന്നും രക്ഷിക്കപ്പെട്ട് വന്നവർക്ക് ഒരുപോലെ ദൈവത്തെ വിശുദ്ധ സ്ഥലത്ത് വന്ന് ആരാധിക്കാൻ അങ്ങനെയുള്ളതായ ഒരു ദേവാലയമാണ് സഭ, ആത്മീയ ദേവാലയമാണ് സഭ. ക്ലിയറായോ? ഇതൊക്കെ മനസ്സിലാക്കണേ കുറെ ചരിത്രവും ജോഗ്രഫിയും ഒക്കെ പഠിച്ചതിന് പറ്റും. അതുകൊണ്ട് ദൈവദാസന്മാരെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളെ, എനിക്കറിയാം. അഡ്വാൻസായിട്ട് നിങ്ങൾ ഇതുകൊണ്ട് നിർത്തരുത് പഠനം കേട്ടോ. തുറന്നുകൊണ്ടേ പഠിച്ചു, പഠനത്തിന് അവസാനമില്ല. ടെമ്പിൾ. അപ്പോഴ് ഇത് എന്താണ് സിഗ്നിഫൈങ്, എന്താണ് കാണിക്കുന്നത്? ദൈവത്തിന്റെ സാന്നിധ്യം. ദൈവത്തിന്റെ പഴയ ദേവാലയത്തിലാണെങ്കിൽ യു ആർ ഷേക്കന മഹത്വം, ദൈവത്തിന്റെ സാന്നിധ്യം. 2-3 നാമത്തോട് കൂടിയാൽ പ്രാദേശിക സമയം ദൈവത്തിന്റെ, അതുകൊണ്ട് വിശുദ്ധ സ്ഥലത്ത് വിശുദ്ധിയോട് മാത്രമേ പ്രവേശിക്കാവൂ കേട്ടോ. അടുത്തത് ഇനി അരമണിക്കൂറേ ഉള്ളൂ. ഇനി ഇപ്പോഴ് ഈ ക്ലാസ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്ന ഒരു കാര്യം, പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം നാളെ ബാക്കിയിടും. ഈ ദൈവസഭയെ പ്രാദേശിക സഭകളായിട്ട് ഓരോ പ്രദേശത്തും, കൊട്ടാരക്കരയാണെങ്കിൽ കൊട്ടാരക്കര, വെലങ്ങരയാണെങ്കിൽ വെലങ്ങര. ഞാൻ ചിന്തിക്കണ്ടേ, നിങ്ങൾ പ്രധാനക്കാർ മാത്രമാണ് ദൈവത്തിന്റെ സഭ, അത് മാത്രമേ ഉള്ള പ്രാദേശിക സഭ എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം അടൂര് വേറെ പല സ്ഥലങ്ങളിലാക്കിയിരിക്കുന്നത്. അതിന് ഉദ്ദേശമുണ്ട്, ദൈവത്തിന് ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു പർപ്പസ്. ആ ഉദ്ദേശം നിർവഹിക്കപ്പെടും. അല്ലാതെ അവരുടെ ആ കുടുംബങ്ങളുടെ മഹത്വമോ ആ കുടുംബങ്ങളുടെ പാരമ്പര്യമൊന്നും കേൾക്കാൻ വേണ്ടി, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന് മഹത്വം കൊടുപ്പി. ദൂതന്മാർ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും, മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്താലും, എന്ത് കുറിച്ചാലും, എന്ത് ചെയ്താലും ദൈവത്തിന്റെ വേറെ ഒരു ഉദ്ദേശവും വരരുത്. അതിന്റെ സെക്രട്ടറി ആവുക, അതിന്റെ പ്രസിഡന്റ് ആവുക, ഞാൻ അതിന്റെയാണ്, വലിയ സഭയിലെ അംഗമാണ്, വലിയ സഭയിലെ പാസ്റ്ററാണ്, വലിയ സഭയിലെ പിന്നെ സുവിശേഷനാണ്, വലിയ സഭയിലെ മൂപ്പനാണെന്ന് പറഞ്ഞിട്ട് മഹത്വം എടുക്കല്ലേ. ദൈവത്തിന് മഹത്വം, എവിടൊക്കെ മഹത്വം എടുത്തിട്ടുണ്ടോ പഴയമത്തിനും പുതിയമത്തിനും ശാപമായി. ഒരു കാലത്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത് കേരളക്കരയിൽ കപ്പയും കട്ടക്കാപ്പിയും കുടിച്ചുകൊണ്ട് സഭകൾ സ്ഥാപിച്ചു പിതാക്കന്മാര്, അവര് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് അമ്മച്ചിമാരും അപ്പച്ചന്മാരുമാണെങ്കിൽ അന്ന് കറണ്ടില്ലായിരുന്നു. അന്നാണെങ്കിൽ വിളക്ക് പട്ടത്തിലാണ് കൈയടിച്ചു പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചു. ഇന്നോ മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി. പിന്നീട് നടന്നത് എന്തുവാ? ശാപം. ഏരിയുടെ മക്കള് മരിച്ചു, തലമുറകളില്ലാതെ പോയി. അത് പ്രസംഗം. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ പറയുകയാണ്, 3 പിൻ പോയിന്റഡ് ഉദ്ദേശമുണ്ട്. അത് പറഞ്ഞുകൊണ്ട് മിക്കവാറും നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. ഒന്നാമത്തേത് ദാറ്റ് ഈസ് വെർട്ടിക്കൽ. വെർട്ടിക്കൽ. രണ്ടാമത് ഹൊറിസോണ്ടൽ. ഒന്ന് മുകളിലോട്ടൊന്ന്. അതാണ് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. അതെങ്ങനെയാണ് നമ്മൾ കാണാം? ഹൊറിസോണ്ടൽ എന്നുള്ള വാക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ പരമപ്രധാനമായ സഭയെ ദൈവമക്കളായിട്ട് ജീവന കല്ലുകളായിട്ട് നമ്മളെ ആക്കിയിരിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെർട്ടിക്കൽ. ദൈവത്തോടുള്ളതായ ആരാധനാ ശുശ്രൂഷ, ദൈവത്തോട്. അതാണ് പരമപ്രധാനം. ആരാധനയിലൂടെയും സ്തുതികൾക്കൂടെയും സ്തോത്രങ്ങൾക്കൂടെയും പ്രാർത്ഥനകളിലൂടെ ആർക്കും മഹത്വം കൊടുക്കണം? ദൈവത്തിന്. വേദഭാഗങ്ങൾ വായിച്ചിട്ട് വീട്ടിൽ പോയി ധ്യാനിച്ചോളൂ. വേദഭാഗങ്ങൾ വായിച്ചിട്ട് വീട്ടിൽ പോയി ധ്യാനിച്ചോളൂ. അപ്വേർഡ്, ഉന്നതത്തിലേക്ക്, ഉന്നതത്തിലേക്ക്, ഉയരത്തിലേക്ക്. അതുകൊണ്ടല്ലേ കൊലോസ്യർ 3 പറഞ്ഞിരിക്കുന്നത് ഉയരത്തുള്ളത് നീയാച്ചില്ല ഭൂമിയിലെല്ലാം വിടാനായിട്ടാണ്. ഇത് പറഞ്ഞിരിക്കുകയാണ്. എഫേസ്യർ 1:12 വീട്ടിൽ പോയിട്ടുള്ളൂ. എഫേസ്യർ 1:12, കൊലോസ്യർ 3:16. അത് സൂക്ഷ്മമായിട്ട് വായിക്കണം കേട്ടോ. എഫേസ്യർ 5:16
മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. എബ്രായലേഖനം മുമ്പേ വായിച്ച എബ്രായലേഖനം 13:15 മുതൽ 16 വാക്യം. അതിലെ ബലമെന്ന സ്തോത്രയാകുമെന്നൊക്കെ അവിടെയാണ് നമ്മൾ കാണുന്നത്. അവസാനം 1 കൊരിന്ത്യർ 10:16. അപ്പോൾ ദൈവത്തോടുള്ള മഹത്വം, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഇതിൽ കൂടെ എല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുക. എല്ലാ മഹത്വവും കർത്താവ്. ഈ ഹേരോദാവ് 3-ാം തലമുറക്കാരൻ, മഹാനായ ഹേരോദാവിന്റെ മകൻ 3-ാം തലമുറക്കാരൻ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ആദ്യം സഭയോട് ചേർന്നുള്ള കാര്യമാണ്. അവിടെ ആദ്യം എന്തറിയാമോ? പിന്നെ ആരെയാണ്? യാക്കോബിനെ കൊന്നുകളഞ്ഞു. ലേഖനം എഴുതി യാക്കോബല്ല, യാക്കോബ് അപ്പോസ്തലനെ കൊന്നുകളഞ്ഞു. അത് കഴിഞ്ഞ ശേഷം എന്താ പറയാ, പത്രോസിനെ കുറിച്ചുണ്ടാക്കി. ഞാൻ ഇവിടെ തന്നെയാണല്ലോ ലീഡേഴ്സിനെ കൊന്നു കളഞ്ഞാൽ പിന്നെ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നു. ഇയാളെ അതുപോലൊരു മാനുഷിക സംഘടനയാണ്. പത്രോസിന് പറയണം. അപ്പൊ എന്ത് ചെയ്തു? സഭ എന്ത് ചെയ്തു? സഭയോട് പ്രാർത്ഥിച്ചു. അറിയാലോ. അത് കഴിഞ്ഞ ശേഷം ആ യോഹന്നാന്റെ 12-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ ഇവന്റെ കരിയർ പറഞ്ഞു. ഈ മഹാനായ ഹേരോദാവ് അദ്ദേഹത്തിന്റെ മക്കൾക്കാർക്ക് എല്ലാ സ്ഥലവും പഠിപ്പിച്ച് കിട്ടിയിട്ട് പഠിക്കാനായിട്ട്. അവരെല്ലാം നാടുപാടികൾ. ഇവനെന്താണെന്നറിയാമോ? ലഭിച്ചു. എന്താണെന്നറിയാമോ? കംപ്ലീറ്റ് മഹാനായ ഹേരോദാവിന്റെ പവർ യഹൂദന്മാരാക്കി കൊടുത്താണ്. നിങ്ങൾ ചരിത്രങ്ങൾ യോസിഫസിന്റെ ചരിത്രവുമായിട്ട് നമ്മൾ വായിക്കണം. യോസിഫിന്റെ ചരിത്രം ദൈവാത്മാ പ്രയോജനമായിട്ട് യോഹന്നാൻ 12-ന്റെ 4 വാക്യങ്ങൾ 3-4 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ കഥ യോസിഫസ് എഴുതിയപ്പോൾ 3-4 അത് പ്രയോജനം ആത്മപ്രയോജനം എത്ര പേർ പറഞ്ഞിരിക്കുന്ന അറിയാമോ? അവസാനം ദൈവത്തിന് മഹത്വം കൊടുക്കായ എന്ത് ചെയ്തു? അതിന് മുമ്പ് ആരാവനെ അടിച്ചത്? ഒരു ദൂതം വന്നവനെ അടിച്ചു. കേട്ടോണേ, അവൻ കൃതിക്ക് വിധേയായി. എന്താ കാരണം? ദൈവത്തിന് മഹത്വം. ദൈവത്തെ ആരാധിച്ചില്ല, പ്രാർത്ഥിച്ചില്ല, മഹത്വം ജീവിതം കൊണ്ട് മഹത്വം കൊടുത്തില്ല. സ്വയം സെൽഫ്, എന്റെ ജോലി, എന്റെ പണം, എന്റെ പാണ്ഡിത്യം, എന്റെ തിയോളജി, സ്വന്തമായിട്ട് മഹത്വം കൊടുത്തു. ദേവാസനോട് പറഞ്ഞ വിദേശത്തിൽ നിന്നാണ് കേരള ക്രൈസ്തവ ലോകത്തിൽ 3 പ്രധാനപ്പെട്ട 3 പേര് ആണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്, പ്രാധാന്യമുള്ളവര്. അതിൽ ശ്രേഷ്ഠൻ ഞാനാണ്. ഞാൻ അന്നേരം നോക്കി എന്റെ റൂമിൽ താമസിക്കുന്നു. ഇതെന്താ ഇങ്ങനത്തെ ഭൂതം എനിക്കറിയില്ല. ഞാൻ ആരാധന പറഞ്ഞിട്ട് ബാബു ആരാധന പറഞ്ഞിട്ട് അഹങ്കാരം, ആത്മീയ നിലവ, ആത്മീയ അഹങ്കാരം. ദൈവത്തിൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ എഴുത്തം പറഞ്ഞിരിക്കുന്നു. യോസിഫസ് 3 പേജുകളിൽ എഴുതിയിരിക്കുന്നത് 3 പാചകത്തിലാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ മഹത്വത്താൽ അവിടെ ഒരു ദൂതം വന്നു. ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെങ്കിൽ കുടുംബജീവിതത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലും പ്രൊഫഷണൽ ലൈഫിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ദൂതം കൊടുത്ത്. എന്നാൽ യോസിഫസ് അത് പറഞ്ഞിരുന്നപ്പോ അദ്ദേഹം പറഞ്ഞു, അതേപോലെ ഒരു 3 മേടിച്ചു വെച്ചു. നിങ്ങൾ ആരെങ്കിലും 3 ശബ്ദം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രയോജനമാകാത്ത ചരിത്രം മാത്രം ചെയ്തപ്പോൾ 3 ആയപ്പോ ഇവിടെ വന്നപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറഞ്ഞാൽ അത് ദൂരമായിരുന്നു. ആർക്കെ കാണാൻ പറ്റില്ല മഹത്വം. അത് സഭാജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന് എടുക്കണം. ഗീവ് ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ടാണ് അവസാനത്തെ പുസ്തകത്തിൽ ആ പറഞ്ഞുകൊണ്ടാണെങ്കിൽ ആ ദൂതം പറയുന്നത് ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ. അപ്പോൾ അവിടെ ഒരു ഉദ്ദേശം, ഓരോ സഭകളെയും ദൈവം ഓരോ സ്ഥാനത്ത് ആക്കി വെച്ചിരിക്കുന്നത് അവരുടെ ശുശ്രൂഷകൾ കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടിയാണ്. അത് കേവലം സഭാ ലീഡേഴ്സ് അല്ല, പാവപ്പെട്ട അമ്മച്ചിമാർ എല്ലാവരും. അതാണ് ദൈവം നമ്മളെ കുറിച്ച്. എവിടെ മഹത്വം ഇല്ലയോ എന്ത് ചെയ്യും? മഹത്വം വിട്ടുപോയാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്താണ്? ഇസ്രായേലിന്റെ മഹത്വം പോയി. അടുത്തത് ഹൊറിസോണ്ടലാണ്, അല്ലെങ്കിൽ അടുത്തതാണെങ്കിൽ ഇൻവേർഡ് ഹൊറിസോണ്ടലാണ്. ഒന്നാമത്തെ കാര്യം സഹവിശ്വാസികളോടുള്ള ബന്ധവും ശുശ്രൂഷകളും.
അവരെ വളർത്തിയെടുക്കുക, അവരെ ദൈവത്തിനെ പഠിപ്പിക്കുക, ഉപദേശം പഠിപ്പിക്കുക, അവരെ നർച്ചർ ചെയ്യുക. എഫേസ്യരിലെ 5-ാമത്തെ ചെറിഷിങ് ആൻഡ് നറിഷിങ് ഒരു വാക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ചെറിഷിങ് ആൻഡ് നറിഷിങ് എന്നൊരു വാക്കാണ്. ഭാര്യമാരെ എങ്ങനെയാണ് ഭർത്താക്കന്മാര് ചെറിഷ് ആൻഡ് നറിഷ് ചെയ്യണം. നറിഷ് മാത്രം പോയാൽ പോലെ ചെറിഷിങ് ചെയ്യണം. പോറ്റിപ്പുലർത്തണം കേട്ടോ, പോറ്റിപ്പുലർത്തണം കേട്ടോ. Church has an obligation to nurture those who are already believers and build them up in maturity. അവരെ ആത്മീയ പക്വതയിലേക്ക് നയിക്കണം ഒരു സഭയുടെ ഉദ്ദേശമാണ്. പല വാക്യങ്ങളുണ്ട്, വായിച്ചോളൂ. കൊലോസ്യ 1:28. കൊലോസ്യ 1:28. ഇനി നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്, വായിക്കേണ്ട അടുത്ത കാര്യമാണ് വളരെ പ്രധാനമായിട്ട് എഫേസ് ലേഖനം 4:12 മുതൽ 13 വരെയുള്ള വാക്യം. എഫേസ് ലേഖനം 4:12 മുതൽ 13 വരെ. ഞാൻ എന്റെ പശ്ചാത്തലം പറയാൻ മനസ്സിലാക്കുന്നത് കൃപാവരമുള്ള വിഷയമാണെങ്കിലും ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ നല്ലതാണ്. ഉയർത്തെഴുന്നേൽക്കനായ ക്രിസ്തു അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരും ഇടയന്മാരായ ഉപദേഷ്ടാക്കന്മാരെ സഭയെ അല്ലെങ്കിൽ സഭയിൽ ദൈവം അവിടെ പറഞ്ഞിരിക്കുന്ന കേവല കൃപാവരങ്ങളല്ല, കൃപാവര പ്രാപ്തിയുള്ള ദാനങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നു പറയുകയാണെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ അവിടെ ഒരു സ്വല്പം സബ്സ്ട്രാക്ഷൻ ചെയ്യണം. എഫേസ് ലേഖനം 4:12-13 വായിച്ചിട്ട് മുമ്പേ നമ്മൾ വായിച്ചത് എഫേസ് ലേഖനം 2:20 വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആരായിരുന്നു സഭയുടെ അടിസ്ഥാന പള്ളികൾക്ക് കാരണം അല്ലെങ്കിൽ അവരെ ഉപയോഗിച്ചത്. എഫേസ് ലേഖനം 4:12 എഫേസ് ലേഖനം 2:2 മൈനസ് ചെയ്യണം. പിന്നെ ആരാണ് ലഭിക്കുന്നത്? സഭയെ പോറ്റിപ്പുറത്തുന്നത്, സഭയെ പോറ്റിപ്പുറത്തുന്നത് സുവിശേഷന്മാർ. അവരുടെ പ്രധാന ദൗത്യം പ്രദേശ സ്ഥലത്ത് പോയിട്ട് സുവിശേഷം അറിയിക്കുക, സുവിശേഷം പ്രസംഗിക്കുക, അന്തിമ കൽപ്പന ആചരിക്കുക. ഫൈനൽ അന്തിമ കൽപ്പന, അതാണ് യഥാർത്ഥ സ്വരം. അത് ഞാൻ ലീഡർഷിപ്പ് പഠിപ്പിക്കുന്നതൊക്കെ പഠിപ്പിക്കും. സുവിശേഷന്മാർ അവിടെ പറഞ്ഞിരിക്കുന്നത് ഉപദേഷ്ടാക്കന്മാരായ ഇടയന്മാർ. കേവലം ഉപദേഷ്ടാക്കാരല്ല പറയുന്നു. 1:12-20 ഉപദേഷ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സഭയുള്ള പരിപാലനം, സഭയെ പോറ്റിപ്പുറത്തുന്നതിന് വേണ്ടി ഉപദേഷ്ടാക്കന്മാരായ ഇടയന്മാർ. ഗ്രീക്കിൽ അത് ഹൈഫ്ലേറ്റ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം സഭയുടെ മൂപ്പനാണോ ഉപദേഷ്ടാവല്ല, യാതൊരു ഷോർട്ട്കട്ടും ഇല്ല. അതിന്റെ അർത്ഥം മൂപ്പന്മാർ അല്ലെങ്കിൽ ഇടയന്മാർ അല്ലെങ്കിൽ അധ്യക്ഷന്മാർ ഉപദേഷ്ടാക്കന്മാരായിരുന്നു. ആടിന് തീറ്റി കൊടുക്കാതെ ആടിനെ മേയ്ക്കാൻ വെച്ചാണ് ഒക്കോ തീറ്റി കൊടുത്തേ പറ്റും. ഇന്ന് തീറ്റി സഭകളിലൊക്കെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങൾ പറയും. പക്ഷേ കാലിത്തീറ്റിയാണ് യഥാർത്ഥമായി തീറ്റ ഇല്ല, ഉപദേശമില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇവിടെ എംഫസൈസ് ചെയ്യുന്നത്. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് പല പേരിലും നമ്മൾ പ്രസംഗിക്കുകയും പഠിപ്പിക്കുന്നത് ഉപദേശപരമായ പ്രസംഗങ്ങളാണ്. ഉപദേശത്തിന് നിബിഡമായിരിക്കുന്ന കാര്യം പോട്ടെ. ഇത്ര ഞാൻ പറഞ്ഞു. എന്തിനാണ് അടുത്ത വാക്യം? ഇനി അമ്മാമ ആരെങ്കിലും വായിച്ചോളൂ. അത് നാം എല്ലാവരും, ആരൊക്കെയാ? സഭയുടെ ലീഡേഴ്സ് മാത്രമോ? എല്ലാവരും, നാം എല്ലാവരും, ഓരോ സഭയുടെ എല്ലാ അംഗങ്ങളും, രക്ഷിക്കപ്പെട്ട ഓരോ കുഞ്ഞുങ്ങളും, യുവാക്കന്മാരും, സഹോദരന്മാരും സഹോദരിമാരും. അല്ല, സഹോദരന്മാർ മാത്രം മതിയോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. സഹോദരിമാരും അമ്മച്ചിമാരും യൗവനക്കാരന്മാരും യൗവനക്കാരും എല്ലാവരും, നാം എല്ലാവരും പറഞ്ഞോളൂ, വായിച്ചോളൂ. ആ ആ നോക്കണം ഉദ്ദേശം. സഹവിശ്വാസികളുടെ ബന്ധത്തിലുള്ളതായ ദൈവമക്കളുടെ പ്രത്യേകിച്ച് നേതാക്കന്മാരുടെ ഉദ്ദേശം അതാണെന്നേ. പക്ഷെ അഡ്മിനിസ്ട്രേഷൻ നടത്തിയാൽ പറ്റില്ലേ? ഗൾഫിൽ, അമേരിക്ക അല്ലെങ്കിൽ വേറെ പല സ്ഥലങ്ങളായി പോയിട്ടാണ് മാനേജർമാരുടെ ശേഷം ഞാൻ മൂപ്പനാണ് നടക്കത്തില്ല കേട്ടോ. അവിടെ ആക്കിയിരിക്കുന്നത് പാവപ്പെട്ട ദേവദാസന്മാരെയൊക്കെ, ദേവദാസന്മാരെയൊക്കെ, നിരക്ഷര കുഷികളായ ദേവദാസന്മാരെയൊക്കെ. അതിന്റെ അർത്ഥം ആ സഭയിലെ എല്ലാ ദൈവമക്കളെ ഈ പറഞ്ഞ അത് വായിച്ചു പഠിച്ചോളൂ. അത് പറയണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ സഹ വിശ്വാസത്തിലുള്ളതായ ശുശ്രൂഷ ഉദ്ദേശം പറഞ്ഞിരിക്കുകയാണ്.
അത് ദൈവസഭയിലാണ്. നമ്മൾ ബൈബിൾ സ്കൂളിലും ബൈബിൾ കോളേജൊക്കെ പഠിക്കുന്നത്. പക്ഷേ ഈ വചനം പഠിക്കേണ്ടത്, ഉപദേശം പഠിക്കേണ്ടതും ഇത് പ്രാദേശിക സഭകളാണ് ഇതൊക്കെ നടക്കുന്നത്. സ്ഥലസഭ ഒരു ബൈബിൾ സ്കൂളായിരുന്നു. ഇവിടെ ഈ BTC നടക്കുന്നത് അതിനു വേണ്ടിയുള്ള സപ്ലിമെന്ററി ആണ്. ഞാൻ നിങ്ങളെ സഹായിക്കും വചനം പഠിപ്പിച്ചിട്ട് അവിടെ പോയിട്ട് ബൈബിൾ സ്കൂൾ നടത്താനേ. സ്ഥലസഭയിൽ ബൈബിൾ ക്ലാസ് ഉണ്ടോ, ഉപദേശ പഠനമുണ്ടോ, പ്രബോധനമുണ്ട്, പ്രസംഗമുണ്ട്, വേണം, വേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ ഒരു ദിവസമെങ്കിലും ബൈബിൾ ക്ലാസ്, അത് ഉപദേശ പഠനം ഉണ്ടായില്ല. ഇപ്പോഴേ ബൈബിൾ ക്ലാസ്സിന് 100 പേർ സഭയുണ്ടെങ്കിൽ എത്ര പേര് പഠിച്ചാൽ 10 പേര്. അത് കുറച്ച് പ്രായമുണ്ട്. ഈ പിള്ളേരുടെ വിചാരം ഇതൊന്നും ഞങ്ങൾക്ക് ഒന്നുമില്ല, ഞങ്ങൾക്ക് അമേരിക്കയിൽ പോകണം, UK പോകണം, മറ്റിടത്ത് പോകണം, കോമ്പറ്റീഷൻ. ബൈബിൾ ക്ലാസ് വരെ സമയം സഹസഹോദരന്മാരുള്ളതായ ഉപദേശം കേട്ടോ, അല്ലെങ്കിൽ ആ മിനിസ്റ്റർ, ആ ശുശ്രൂഷ. അപ്പൊ ഒന്ന് ദൈവത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷ, രണ്ടാമത് എന്താണ് സഹവിശ്വാസികളുള്ളതായ ശുശ്രൂഷ, മൂന്നാമത് ഈ ലോകത്തോടുള്ള ശുശ്രൂഷ. ലോകത്തോടുള്ള ശുശ്രൂഷ. നമ്മൾ ഈ ലോകത്തിലാണ്. വി ഹാവ് എ സോഷ്യൽ ഓബ്ലിഗേഷൻ. ഇത് പലരും മാറുന്നു. നമുക്കെപ്പോഴും സഭാജീവനം സ്തോത്രം. നമ്മുടെ കർത്താവ് പറഞ്ഞത് അവരെ ഇവിടെ ആക്കിയിരിക്കുന്നത് ലോകത്തിലാക്കിയിരിക്കുന്നത് അല്ലേ? എങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞത്? ചിലരുടെ ഇംഗ്ലീഷിൽ സേയിങ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ടു മച്ച് ഹെവൻലി ബട്ട് നോട്ട് ഗുഡ് ഫോർ അസ്. അങ്ങ് ഹെവൻലിയാണ്, പക്ഷെ അയൽപക്കത്തെ വീട്ടിലാണെങ്കിൽ അവൻ സുവിശേഷം അറിയിച്ചിട്ടില്ല. ഈ ലോകത്തോട് ഒരു ശുശ്രൂഷയുണ്ട്, ഒരു ഉത്തരവാദിത്വം, ആത്മീയ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ സഭയെ, നമ്മളെ ദൈവമക്കളെ സഭയായിട്ട് ആക്കിയിരിക്കുന്ന ഉദ്ദേശമാണ്. ദാറ്റ് ഈസ് ഔട്ട്വേർഡ്. The first one is upward, second inward, സഭയ്ക്കുള്ളിൽ, രണ്ടാമത് ഔട്ട്വേർഡ്. അതിനകത്തെ പരമപ്രധാനമായ കാര്യമാണ് എന്ത്? സുവിശേഷീകരണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് സുവിശേഷന്മാരുടെ സംഘം മാത്രം സുവിശേഷീകരണത്തിന് അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾ മാക്സിമം ഒരു കൂട്ടായ്മ കൊടുത്തോളാം എന്ന് പറഞ്ഞൊരു മനോഭാവമാണ്. പണ്ടങ്ങനായിരുന്നു വല്യപ്പച്ചനൊക്കെ ചെയ്യുന്നാലേ. അയ്യോ, അന്ന് ചെറുത്തോളത്ത് നോക്കും, ഞായറാഴ്ചകൾ അവധിക്കാണെങ്കിൽ സഭ കൂട്ടന്മാര്, സഹോദരന്മാരും എല്ലാവരും ഇറങ്ങി എന്നുള്ള പ്രയോഗം FES-ന്റെ 4 പറഞ്ഞത് പ്രത്യേക രീതിയിൽ ദൈവം വിളിച്ചു ബന്ധിക്കുന്ന സുവിശേഷം. അവരാണ് അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ, അവരുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ സഭാഭരണം, കൃപാവരുണ്ടെ ചെയ്തോ. ഇന്ന് പലപ്പോഴും ആണെങ്കിൽ ഒരു വേദോത്സവം ഞായറാഴ്ച പോയി അപ്പം മുട്ടി കൊടുക്കുന്ന പല സുവിശേഷന്മാരുടെ ജോലി അല്ല. അവരുടെ ജോലി സഭയുടെ സുവിശേഷീകരണ കാര്യത്തിൽ നേതൃത്വം കൊടുക്കുന്ന കൃപാവരപ്രാപ്തമായ ദേവദാസന്മാരാണ്. ലീഡർഷിപ്പ് പഠിക്കുമ്പോൾ പഠിക്കാൻ പോവുകയാണ്. അവരുടെ നേതൃത്വത്തിൽ ഇറങ്ങണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആ 12 അപ്പോസ്തലന്മാർക്ക് അന്ന് 11 ഉണ്ടായിരുന്നു. അവർക്ക് കൊടുത്തതായ അന്തിമ കൽപ്പന, പോയി പ്രസംഗിക്കുക. വാ ആൻഡൊരിക്കൽ കൺവെൻഷൻ നല്ലത് നടക്കട്ടെ. എത്ര വിശ്വാസം വരുന്നുണ്ട്? വെളിയിൽ നിന്ന് എത്ര വിശ്വാസം വരുന്നുണ്ട്? അതുകൊണ്ടാണ് കർത്താവ് ഓർഡർ പറഞ്ഞത്, കർമ്മം പറഞ്ഞത്, പോണം, ഇറങ്ങണം, പോയി പ്രസംഗിക്കുക. ഈ പത്രോസ് അപ്പോസ്തലനാണെങ്കിൽ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോഴേ അന്നത്തെ സഭയെന്ന് പറയപ്പെടും, അവിടെ കുത്തിയിരുന്നു മറുരൂപം വരെയല്ലേ. നാം ഇവിടെ ഇരിക്കുന്നത് സുഖം, ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ. നമ്മളങ്ങ് കുടിലിൽ വസിക്കുന്നവരാണ്. അവിടെ കർത്താവന്മാരാണ് എന്തോ പറഞ്ഞത്? ദൈവം എന്തോ പറഞ്ഞത്? ദൈവം എന്താ പറഞ്ഞത്? നിങ്ങൾ എൻ്റെ പുത്രനെ നിങ്ങൾ കേൾക്കുകയും, പുത്രന്റെ ശബ്ദം നിങ്ങൾ ചെവി കൊടുക്കുകയും. എങ്ങനെ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ, ഇവൻ എൻ്റെ പ്രിയപുത്രന്റെ അവസാനോട് പറഞ്ഞ എന്തുവാ? അന്തിമ കൽപ്പനയിൽ പോയി പ്രസംഗിക്കുക. കുടിലിരുന്നാലൊക്കെ തന്നെ ഇറങ്ങണം. വീടുകളിൽ, തെരുവുകളിൽ വേർത്ത് ഒഴുകുന്നു. സുവിശേഷന്മാരുടെ നേതൃത്വത്തിൽ അതാണ് നടക്കേണ്ടത്. അവിടെ പറയുകയാണ്, പറഞ്ഞു നിർത്തിയാണ്, സുവിശേഷീകരണം അത് നടക്കണം. അതിനകത്ത് 2 കാര്യമുണ്ട്. ഔട്ട്വേർഡ്, വെളിയിലോട്ട് ലോകത്തോട് സുവിശേഷീകരണം. അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുന്നോട്ട് വന്ന് പ്രാദേശിക സഭ നമ്മുടെ ജോയിൻ ചെയ്യുവാനായിട്ട് ഓരോ സ്ഥലസഭകളെയും ദൈവം ദീപമായിട്ട് വെച്ചിരിക്കുന്നു, വെള്ളൂക്കളായിട്ട് വെച്ചിരിക്കുന്നു. അവസാനം മറ്റുള്ളവരോട് കരുണ കാണിക്കണം. സഹവിശ്വാസികളോട് കരുണ കാണിക്കുന്ന കാര്യമാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 11:29 2 കൊരിന്ത്യർ 8:4
1 യോഹന്നാൻ 3:17 പറഞ്ഞിട്ടുണ്ട്, സഹവിശ്വാസികളോട് സഹായം ചെയ്യണം, ഫിസിക്കലായിട്ടുള്ള സഹായം. കൊരിന്ത്യരാണെങ്കിൽ വലിയ അരിപ്പന്മാരാണ്, ബിഷക്കന്മാരാണ്, അവിടെയാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതിനെ കുറിച്ച് ചെയ്യുന്നത്, അല്ലേ? ഒരു നേരത്തിനാണ് വിളിച്ചിരിക്കുന്നത്. 5 പൈസ കൂട്ടാൻ കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് പൗലോസും പിന്നെ അവരെല്ലാം കൂടെ ആണെങ്കിൽ കൂടാരപ്പണി ജോലി ബിൽഡിംഗ് വർക്ക് ചെയ്തിട്ടാണെങ്കിൽ വേർത്തൊരുകൊണ്ട് രാവിലെ ഒരു ദേവദാസൻ മനേഷ കസ്റ്റംസ് ബൈബിളിന്റെ ഓതേഴ്സ് എഴുതിയിരിക്കുന്ന രാവിലെ 4 മണിക്ക് ജോലി തുടങ്ങും, ഉച്ചയ്ക്ക് അവസാനിക്കും, ഇച്ചിരി വെള്ളവും കുടിച്ച് കണ്ണീരിട്ടാണ് ഇറങ്ങും സുവിശേഷം രാത്രി വരെ. ഉറക്കം 2-3 മണിക്കൂർ. കാരണം അന്നത്തെ ദൈവമൊക്കെ കൂട്ടായ്മ കൊടുക്കാൻ നമുക്ക് അറിയത്തില്ല. അത് വെളിപ്പാടായിട്ട് പിന്നെ താൻ കൊരിന്ത്യരെ 2 വീഴുന്നു, അത് കൊടുക്കും. പക്ഷെ നമ്മൾ വിചാരിക്കും അപ്പൊ നമ്മുടെ സഹായങ്ങളൊക്കെ ആർക്കേ ആവാവൂ? നമ്മുടെ സഹായങ്ങളൊക്കെ വിശ്വാസികൾക്ക് മാത്രം, വേറെ അങ്ങനെ ഉപദേശമില്ല. ഗലാത്യയിലെ 6:10 വായിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണത് പ്രത്യേക വിശ്വാസികൾക്കും മാത്രമല്ല അവിശ്വാസികൾക്കും നിങ്ങളെ നന്മ ചെയ്യണം, സഹായിക്കണം. ഇതിൽ നമ്മളൊക്കെ അങ്ങ് വീണു പോയിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പ്രദേശങ്ങൾ അവിശ്വാസി കഷ്ടപ്പെടുന്നു, വ്യക്തിപരമായിട്ട് നമ്മൾ സഹായിക്കണം. ഇത് എന്താണെന്നറിയാമോ? ഈ ലോകത്തോടുള്ളതായ നമ്മളുടെ ദൗത്യമാണ്, സഭയുടെ ദൗത്യമാണ്. ദൈവത്തോട്, സഹവിശ്വാസികളോട് ലോകത്തോടുള്ളതായ ദൗത്യം. ദിസ് ഇസ് ദ മിഷൻ, ദിസ് ഇസ് ദ പർപ്പസ്. ഇതാണ് ഞാൻ എവിടെ ഇതൊക്കെ പ്രശ്നം എൻ്റെ അമ്മച്ചിയുടെ കാര്യം അത് മുന്നോട്ട് പോകും. എൻ്റെ അപ്പച്ചൻ ബിസിനസ് എല്ലാം പറഞ്ഞു, വലിയ ഉപദേഷ്ടാവിൻ്റെ കൊച്ചുമാർ കലിശ്ശേരിയിലെ പപ്പോട്ട് മാർക്കറ്റിൽ നിന്ന് അപ്പച്ചൻ സഹോദരൻ 5 കട ഉണ്ട്, 5 ടെക്സ്റ്റൈൽ ഷോപ്സ് ഉണ്ട്. ടെക്സ്റ്റൈൽസ് വേറെ കടയിലാണ്. അന്തരിച്ച് എൻ്റെ അമ്മ മുമ്പേ പറഞ്ഞ കുടുംബത്തിൽ നിന്ന് പെട്ടെന്ന് പറയുന്നതാണ്. എല്ലാം അവസാനത്തെ സ്ഥാനമാണ്. എൻ്റെ ബാല്യത്തിൽ എൻ്റെ അമ്മച്ചി അവിടെ കൃഷിച്ച് എന്നിട്ട് രാവിലെ ആവുമ്പോൾ ഞങ്ങളുടെ ആ സ്ഥലത്ത് ഒരു കിണറുണ്ട്. ആ കിണറ്റ് വെള്ളം കോരാനായിട്ട് ഗർഭിണികൾ, ആ പാവപ്പെട്ടത്. ഞാനൊരു ട്രൈബൽ ഏറിയരാണ്, ഓതലപ്പോൾ ഞാനൊരു ട്രൈബലിനോട് ഏറിയ അവർ വരുമ്പോൾ അവരെ ദൈവങ്ങളെ കണ്ട് പഴങ്ങി കൊടുക്കും. ഞങ്ങൾക്ക് ഇവിടെ സ്കൂളിൽ പാടുണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. ഭയങ്കര ജോലിയാണ്, അധ്വാനമാണ്, വരുമാനം. അവസാനത്തെ അറിയാമോ, അമ്മച്ചി ഞങ്ങൾ സ്കൂളിൽ പോയ ശേഷം ചുറ്റുപാടുള്ള കുടിലുകളായിരുന്നു. അവിടെ എല്ലാം നല്ല കുടി. അവിടേക്ക് ഞങ്ങൾക്ക് തന്നതായ ബ്രേക്ക്ഫാസ്റ്റിന്റെ കുറച്ച് പാവുള്ളത് അത് ഇതുപോലെ ഗർഭിണികൾ ആദ്യം ഘട്ടത്തിൽ. രണ്ടാമത് അവിടെ അസുഖമായി കിടക്കുന്ന അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. അന്നത്തെ ആ സാമൂഹിക വ്യവസ്ഥയോ 1960 അവിടെ പോയി അവർക്ക് ഈ ആഹാരം വീട്ടിൽ വന്നായ പാവങ്ങൾക്ക് ഇല്ലായ്മ നെല്ല്, അരി, കപ്പ ഇതൊക്കെ വസ്തുക്കൾ ഉണ്ടായിരുന്നു. ഇന്നും ഞാൻ പറയുന്നു, ഇന്ന് ഞാൻ അവധിക്ക് വേണ്ടി ആ ഭവനങ്ങളിലെല്ലാം എനിക്ക് പ്രവേശനം വിശ്വസിച്ചു. അമ്മയ്ക്ക് സമൂഹത്തോട് ശുശ്രൂഷ. ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ 3 കൂട്ടം പറയുന്നത് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് അവസാനിപ്പിക്കും. നാളെ നമ്മൾ മറ്റു കാര്യങ്ങൾ കാണാൻ